നമസ്കാരം. ഞങ്ങളെ രക്ഷിക്കോ രക്ഷിക്കോ എന്ന് നിലവിളിക്കുകയാണ് നെതന്യാഹു അമേരിക്കയോട്. ഇസ്രായേലിൻ്റെ സ്ഥിതി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഒക്കെ കളിക്കുന്നത് പോലെയാണ് ഇറാനുമായിട്ട് കളിച്ചാലെന്നും പൊട്ടൻ നെതന്യാഹു ചിന്തിച്ചു. ഇറാൻ ഇസ്രായേലിനെ പോലെ ഗീർവാണമടിക്കുന്ന ഒരു രാജ്യമല്ല. അവരുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് അവർക്കറിയാമായിരുന്നു. ഞങ്ങളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യണം എന്ന് വ്യക്തമായ പ്ലാനോടുകൂടി ഇങ്ങോട്ടടിച്ചാൽ മാത്രം അങ്ങോട്ട് എന്ന മാന്യമായ രീതി പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇസ്രായേലിനെ പോലെ ചതിയിലൂടെ ആരെയും അവർ കൊലപ്പെടുത്തത്തില്ല, നിരപരാധികളെ കൊല്ലുകയില്ല. അവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയാൽ മാത്രം അവരുടെ പ്രതിരോധത്തിന് മാത്രമാണ് അവർ തിരിച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ പോലെ നെറികെട്ട ഒരു രാജ്യമായിരുന്നു ഇറാനെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഭൂപടത്തിൽ കാണില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇസ്രായേലിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് വലിയ വില കൊടുത്തുകൊണ്ട് അവർക്ക് ദുരിതമുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇസ്രായേൽ ഇങ്ങോട്ട് നൽകുന്ന ഓരോ അടിക്കും പകരം ഒരു തിരിച്ചടി മാത്രമാണ് ഇറാൻ കൊടുക്കുന്നത്. പക്ഷേ ഇതിനോടകം ഇറാൻ നേടിയ നേട്ടം എന്ന് പറയുന്നത് ഒരാളും മനസ്സിൽ കാണാത്തതാണ്. അതായത് വിശ്വവിഖ്യാതമായ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അവരുടെ അയൺ ഡോമുകൾ എല്ലാം തകർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ ആകാശം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്, ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾക്ക് അടിക്കാൻ പറ്റും. ഇപ്പോൾ ഇറാൻ പുറത്തെടുക്കുന്ന പുതിയ പുതിയ ആയുധങ്ങൾ കണ്ട് നെതന്യാഹു ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇറാനെ തടുക്കാൻ യാതൊന്നും ഇസ്രായേലിൻ്റെ പക്കൽ ഇപ്പോൾ ഇല്ല. ആകെയുള്ള രക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇടപെടലാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഇസ്രായേലിന് വേണ്ടി തള്ളിമറിക്കുന്നവർ പറഞ്ഞിരുന്നത് ഇസ്രായേൽ അങ്ങോട്ട് കയറി 2 ദിവസം കൊണ്ട് ഇറാനെ തീർക്കും, 3 ദിവസം കൊണ്ട് ഇറാൻ ഗാസയ്ക്ക് തുല്യമാകും. ഇപ്പോൾ ഗാസയ്ക്ക് തുല്യമായിട്ട് മാറിയിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിലെ ജനങ്ങളോട് ഇറാൻ കരുണ കാണിക്കുന്നത് കൊണ്ട്, ദയവ് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഗാസയിലെ ജനങ്ങളുടെ അതേ അവസ്ഥ വരാത്തത്. ഇന്നലെ ഒരു ആശുപത്രിയിൽ ഇറാൻ്റെ ഒരു മിസൈൽ വന്ന് പതിച്ചപ്പോൾ ഭയങ്കര നിലവിളിയും ബഹളമായിരുന്നു ഇസ്രായേലിൽ. അയ്യോ, ഞങ്ങളുടെ ആശുപത്രി അടിച്ചു, മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇവർ പലസ്തീനിൽ ഗാസയിൽ കയറി എത്ര ആശുപത്രികൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇപ്പോഴും നിരപരാധികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവനൊരു വിലയുമില്ലേ? ഇസ്രായേലികളുടെ ജീവന് മാത്രമേ വിലയുള്ളൂ. ഇറാൻ ആശുപത്രി ആക്രമിച്ചതല്ല എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ആശുപത്രിക്ക് അടുത്തുള്ള ഒരു സൈനിക കേന്ദ്രത്തെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത്. പക്ഷേ അവിടെ ചെന്ന് പതിച്ച, അവിടെ നാശമുണ്ടാക്കിയ മിസൈലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ആശുപത്രിയിലേക്ക് വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ആ വലിയ നാശം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ആശുപത്രി ആക്രമിച്ചു എന്ന് ഇസ്രായേൽ കള്ളം പറയുന്നതെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും രസകരമായ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് യുദ്ധക്കപ്പൽ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രംപും അമേരിക്കൻ സൈന്യവും ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് ഇറാന് നേരെ ചെല്ലും എന്നൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് കുറേ പേര് തള്ളിവിട്ടെന്ന് നിങ്ങൾ കേട്ടതാണ്. പക്ഷേ ട്രംപ് പറയുന്നത് ഒരു 2 ആഴ്ചത്തെ സമയം വേണം എനിക്കൊരു തീരുമാനം എടുക്കാനെന്നാണ്. അതായത് ഇറാനെതിരെ എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ, ഈ യുദ്ധത്തിൽ ഇടപെടണോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കൊരു 2 ആഴ്ച സമയം വേണം, 14 ദിവസം. ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപ് ഇസ്രായേലിനിട്ട് പണി കൊടുക്കുകയാണ്. ട്രംപിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ഒരു ദുരിതമായിട്ട് മാറി നിൽക്കുകയാണ്. ട്രംപിന് ഇസ്രായേലിനെ സഹായിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ്. പക്ഷേ അമേരിക്കയിലുള്ള പല ആൾക്കാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി താൻ ഇസ്രായേലിൻ്റെ ഒപ്പമാണെന്ന് കാണിക്കേണ്ട ഒരു ഗതികൾ അദ്ദേഹത്തിനുണ്ട്. അതുമാത്രമാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച ഇറാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല. ഇനി ഒരു 5-6 ദിവസം കൂടി പോലും ഇറാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇസ്രായേലിനില്ല. അത് കഴിഞ്ഞ് പിന്നെ കാര്യങ്ങൾ കിടക്കുന്നത് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. ഇറാൻ വിചാരിക്കുകയാണ് ഈ രാജ്യം ഇനി ഈ ഭൂമുഖത്ത് വേണ്ട, ഇസ്രായേൽ തീർന്നു പോകും. എന്നാൽ ഇറാൻ ഇപ്പോഴും വളരെ മാന്യമായിട്ട് പറയുന്നത് ഇസ്രായേൽ യുദ്ധം നിർത്തി പിന്മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമണം നിർത്താമെന്നാണ്. പക്ഷേ അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ അടപ്പ് തെറിക്കും. നെതന്യാഹു ഒരു ഭൂലോക ദുരന്തമാണെന്ന് ലോകം മൊത്തം അറിയും. അതൊരു ദുരന്തമാണ്. പക്ഷേ ഇറാനിൽ കയറി അവരെ ആക്രമിച്ച് കീഴടക്കാൻ ചെന്ന നെതന്യാഹു പാതി വഴിക്ക് പണി നിർത്തി തിരിച്ചു പോയാൽ അയാളുടെ ഗ്യാസ് പൂർണ്ണമായിട്ടും പോകും. നിങ്ങൾ ഉറപ്പിച്ചോളൂ, അമേരിക്ക ഒരു കാരണവശാലും ശരി ഈ യുദ്ധത്തിൽ ഇടപെടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ മിസൈലുകൾ കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വെച്ച് അവിടെ ഇരിപ്പുണ്ട്. അമേരിക്ക ഒരു ചെറിയ നീക്കം നടത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ചെന്ന് നേരെ പതിക്കുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളിലായിരിക്കും. ഈ അടുത്ത സമയത്ത് ഖത്തറിൽ വന്ന ട്രംപ്
ബോയിങ് എയർലൈൻസിന് വേണ്ടി വളരെ വലിയ ഒരു ഓർഡറൊക്കെ എടുത്തിട്ടാണ് പോയത്. ഒരു വിമാനം ഖത്തർ ട്രംപിന് സമ്മാനമായിട്ടും കൊടുത്തു. അങ്ങനെയുള്ള ട്രംപ് ഇറാനെ കയറി ഒന്ന് സ്പർശിച്ചാൽ അവിടെ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന, അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളായിട്ടുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായിരിക്കും. ഇറാനെ സംബന്ധിച്ച് ഇറാൻ അങ്ങോട്ട് ഇതുവരെ അമേരിക്കയുടെ ഒരു താവളത്തിലേക്കും ആക്രമണം നടത്തിയിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകരുതെന്ന് ഇറാന് നിർബന്ധമുണ്ട്. അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാന് പിന്തുണ കൊടുത്തു കഴിഞ്ഞു. അവരെല്ലാവരും ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ശരി ഇറാനെതിരെ യാതൊരു നീക്കവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയില്ലാതെ കിടക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ ഇറാൻ എന്ത് ചെയ്യണം എന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാവുന്ന സാഹചര്യത്തിയിരിക്കുകയാണ്. ഇറാൻ ദയവ് കാണിച്ചില്ലെങ്കിൽ ഭൂമുഖത്ത് നിന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തുടച്ചു നീക്കപ്പെടും. ഇപ്പോൾ യഥാർത്ഥത്തിൽ തീപിടിച്ച റോക്കറ്റിന്റെ മുകളിൽ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില സോഷ്യൽ മീഡിയ ജീവികളാണ്. ഇവര് ഇസ്രായേലിനെ പൊക്കി ലോകത്തിലേക്ക് ഏറ്റവും കരുത്തുറ്റ രാജ്യമാണ്, ഇറാനെ 4 ദിവസം കൊണ്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന അവർക്ക് ഇപ്പോൾ ഭയപ്പാടായിരിക്കുകയാണ്. എന്താകും നാളത്തെ അവസ്ഥ എന്ന് അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇസ്രായേലിലാണ്, ഇവിടെ യാതൊരു കുഴപ്പവുമില്ല, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, പത്രങ്ങളിൽ വരുന്ന വാർത്തയൊക്കെ കള്ളമാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഇടുന്നുണ്ട്. എന്നാൽ നമ്മുടെ സർക്കാർ, ഇന്ത്യൻ സർക്കാർ അവിടെയുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ യാതൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മുടെ സർക്കാർ അവിടെ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുന്നത്? അവരെ അവിടെ നിന്നും കരമാർഗം അടുത്തുള്ള ഏതെങ്കിലും രാജ്യത്തെത്തിച്ചിട്ട് അവിടെ നിന്നും ബൈ ഫ്ലൈറ്റ് നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു ബോംബിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിൽ ജീവിക്കുന്നവർക്ക് അധികം പേടിക്കേണ്ട കാര്യമില്ല. കാരണം വളരെയധികം മാന്യതയുള്ള രാജ്യമാണ് ഇറാൻ. നിങ്ങളുടെ ജീവന് അവർ വില കൊടുക്കുന്നുണ്ട്. അവർ ഇസ്രായേലിനെ പോലെ നെരുകിട്ട ഒരു രാജ്യമായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ കാണുമായിരുന്നില്ല. ഇസ്രായേൽ ഗാസയിൽ കാണിക്കുന്ന അതേ രീതി ഇറാൻ ഇസ്രായേലിനോട് കാണിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായേനെ. എന്നാൽ ഇറാൻ ഇപ്പോഴും നിങ്ങളുടെ സർക്കാരിന് ഓഫർ കൊടുക്കുന്നുണ്ട്, പിന്മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമണം നിർത്താം. പക്ഷേ പിന്മാറാൻ നെതന്യാഹു തയ്യാറായില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സർവനാശം ആസന്നമായിരിക്കുകയാണ്, ഒരു സംശയവുമില്ല.